ഹായ് ഫ്രണ്ട്സ്, ടോയ്ലറ്റ് പോവാം. അങ്ങനെ ക്രിമിനൽസിനെ ഹീറോയിൻ നിറയെ കേസ് പോലീസ് പിടിക്കാൻ കഴിയാതെ ക്രിമിനൽസിനെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല കോടതിയിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അതുകൊണ്ട് ഹീറോയിന് സൂപ്പർ കാറുണ്ട്. ഹീറോയിൻ മാസ്ക് ഇട്ടിട്ട് പേര് പറഞ്ഞിട്ട് അതുകൊണ്ട് വീട് കാട്ടാൻ പറ്റില്ല. അതുകൊണ്ട് അതിൽ MLA മിനിസ്റ്റർ നിറയെ ആൾ ഹീറോയ്ക്ക് സപ്പോർട്ട് ചെയ്യില്ല. അവർക്ക് പ്രശ്നം വന്നാൽ സൂപ്പർ കാറിനെ കാണാൻ വേണ്ടി വരും. മാസ്ക് ഇട്ടിട്ട് ഹീറോയിക്കും അതുകൊണ്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. നിറയെ പ്രശ്നം വന്നാൽ ഹീറോയിൻ കയ്യിലൊരു ഇതുകൊണ്ട് ഒരു മിന്നി മതി. അത് കാണുമ്പോൾ സൂപ്പർ പവറും ഇത് പറഞ്ഞാൽ ഹീറോയെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് അങ്ങനെയായിട്ട് ഹോം മിനിസ്റ്റർ വന്നായിരുന്നു. ഹോം മിനിസ്റ്റർ പറയായിരുന്നു, ഹോം മിനിസ്റ്റർക്ക് ന്യൂസ് വന്നായിരുന്നു, ഇങ്ങനെ ബോയ്സ് PTS മെമ്പർ ഇന്ത്യക്ക് വരാൻ പോവുക. എതിർ ഗ്രാമ്പിൽ ഒരു റൗഡി ഗ്രൂപ്പിലൊരു റൗഡി ഉണ്ടായിരുന്നു. ആ റൗഡിക്ക് ഇങ്ങനെ PTS മെമ്പറിനെ കിഡ്നാപ്പ് ചെയ്യാം. അതിലൊരാളെടുത്ത് മാരേജ് അനിയത്തിക്ക് ഒരാളെ പിടിച്ചിനി അതിലൊരാളെ മാരേജ് കഴിക്കുന്നത് എന്താ ന്യൂസ് വന്നായിരുന്നു. അതാരെന്ന് കണ്ടുപിടിക്കുക ഷുഗായിരുന്നു. അതുകൊണ്ട് അവൾക്ക് മാരേജ് അതിൽ ബാക്കി ഷുഗറിനെ മാരേജ് കഴിക്കാനെന്ന് ഭയങ്കര വാശിയിലുണ്ടായിരുന്നു. ബാക്കി ഗേൾസ് ഷുഗർ മാത്രമല്ല അങ്ങനെ കുറച്ച് ബോയ്സിനെ മാരേജ് കഴിക്കാൻ പറഞ്ഞു. അതിലും റൗഡീൻ്റെ അനിയത്തിക്ക് ഷുഗറിനെ മാരേജ് കഴിക്കുന്നത് പ്ലാനായിരുന്നു. ബാക്കി ഗ്രൂപ്പ് എന്നിട്ട് പ്ലാൻ ചെയ്യായിരുന്നു. ഇത് കേട്ട് ഹീറോയിൻ്റെ ന്യൂസ് പറഞ്ഞിട്ട് ഹോം മിനിസ്റ്റർ വന്ന് ഹീറോയിൻ്റെ വീട്ടിൽ വന്നിരുന്നു. അവിടെ ഒരു ബോഡി ഗാർഡ് എന്താ പ്രശ്നമെന്ന് പറയായിരുന്നു. എനിക്ക് മാമിനെ കാണണോ, എന്ത് പറ്റി? അങ്ങനെ ഹീറോയിൻ ഉണ്ടായിരുന്നു. ഹീറോയിൻ എന്താ പറ്റി? ഹോം മിനിസ്റ്റർ പറയായിരുന്നു, നമ്പിക്കുള്ളവർക്ക് മാത്രമേ ഹീറോയിൻ മാസ്ക് ഊറിയേക്കും. ഹോം മിനിസ്റ്റർക്ക് ഹീറോയിൻ എപ്പോൾ ഒന്നൊക്കെ സപ്പോർട്ട് ചെയ്യും. ഹോം മിനിസ്റ്റർ മറ്റാരല്ലേ ഹീറോയിൻ്റെ ഡാഡിൻ്റെ ഫ്രണ്ടായിരുന്നു. മാസ്ക് വീട്ടില്ല, എന്താ പറ്റി? നടന്ന കാര്യം പറഞ്ഞായിരുന്നു. ഉമേഷ് നടന്ന കാര്യം ശരി അങ്കിൾ ഞാനത് ചെയ്യാൻ പറയായിരുന്നു. ഉമേഷ് ശരി മോളെ പ്രശ്നമുണ്ടെന്ന് പറയും എന്ന് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ അങ്കിൾ എപ്പോൾ വരാം ഫുൾ ഡീറ്റെയിൽസ് ഹീറോയിൽ കൊടുത്ത് ഹോമിസ്റ്ററോട് പോയിരുന്നു. ഹോമിസ്റ്ററോടൊക്കെ അറിയും മാത്രം ഹോമിസ്റ്റർ പറഞ്ഞൊന്നുമില്ല, മാസ്ക് ഇട്ടിരിക്കുമോ എന്ന് പറയായിരുന്നു. എന്താ യുങ്കിന് മാരേജ് ആയിക്കോ, അത് ഞാൻ സമ്മതിച്ചല്ലേ എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അങ്കിൾക്ക് ഹീറോയിൻ്റെ ഹോമിസ്റ്റർ അങ്കിൾക്ക് അറിയും ഓൾറെഡി ഹീറോയ്ക്ക് ഷുഗർ മലക്കണ്ണുണ്ട് എന്ന് പറയായിരുന്നു. ശരി ഓക്കെ ഹീറോയിൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ വന്ന ശരിയാവല്ല പറഞ്ഞിട്ട് മിണ്ടാതിരുന്നു. അങ്ങനെ ഹീറോയെ പ്ലാൻ ചെയ്ത് ഹീറോയിൻ്റെ ഫ്രണ്ട്സിൻ്റെ മാസ്ക് ഇട്ടപ്പെട്ട് അങ്ങനെയായിട്ട് സൂപ്പർ കാർ എടുത്ത് പറന്നു. അത് കോടതി ഹീറോയ്ക്ക് കാറെടുത്ത് പറക്കാൻ പറ്റും. അതുകൊണ്ട് കാറെടുത്ത് ജസ്റ്റ് പറന്നു പോയി. അവർ പ്ലാൻ ചെയ്യായിരുന്നു. അങ്ങനെയായിട്ട് അവർക്ക് ഒരു ഭയം വന്നു, ഒരു കാർ വന്നിരുന്നു. അതിലും അങ്ങനെ ബാക്കി 3 പേരെ ഇറങ്ങി സ്റ്റൈലായിരുന്നു. അങ്ങനെ സ്പ്രേ അടിച്ച് അങ്ങനെ അവർ ബാക്കി ദിവസം എല്ലാം മാറി ആ പെണ്ണിനെ പിടിച്ച് കിഡ്നാപ്പ് ചെയ്തു. എനിക്ക് സൂപ്പർ കാർ അങ്ങനെ 2 പേരെ പിടിച്ച് ഇവരെ കെട്ടിയിടാൻ പറഞ്ഞു. അങ്ങനെ ആ പെണ്ണ് കിഡ്നാപ്പ് ചെയ്ത് കെട്ടിയിട്ട് ശരി യുങ്ങിനെ കാണാൻ വേണ്ടി വന്ന ഹീറോയിൻ ഹ്യൂങ്കിനെ നോക്കിയിരുന്നു. ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഡ്രസ്സ് ഇട്ടിട്ട് പാട്ട് പാടി ഡാൻസ് കളിച്ചിട്ട് ഷുഗറിനടുത്ത് വന്നു. അപ്പോൾ ഷുഗർ ഹീറോയിനെ നോക്കിയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ അങ്ങനെ വെച്ചിട്ട് ഒരു ബോർഡ് വെച്ച് ഹ്യൂങ്കി മാരി മീ എന്ന് കേട്ടായിരുന്നു. ഷുഗർ ഹീറോയിനെ നോക്കിയായിരുന്നു. ഒന്നും റിയാക്ഷൻ ഇല്ല. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അപ്പോൾ ഷുഗറിനോട് ചുമ്മാ ഇങ്ങനെ ഹാർട്ട് ഷേപ്പ് കാട്ടി ഹ്യൂങ്കി മാരി മീ എന്ന് പറയുന്നു. ഷുഗർ ഒരു റിയാക്ഷനും കാട്ടില്ല. ഹീറോയ്ക്ക് ടെൻഷൻ പോടാ എന്നെ ഷുഗറിനോട് ഓട്ടോഗ്രാഫ് ഷുഗറിനോട് ചിരിച്ചിട്ട് സംസാരിക്കാൻ ഷുഗർ ഒരു റിയാക്ഷനല്ലേ. ഹീറോയ്ക്ക് ടെൻഷനായി. എന്താടാ എന്നെ കറക്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ ഷുഗറിനെ എവിടെ പോയ ഷുഗറിനെ കണ്ടുപിടിച്ച് ഹീറോയിൻ ഇങ്ങനെ ഷുഗറിനെ ട്രൈ ചെയ്ത് സംസാരിക്കുകയാണ്. ഷുഗർക്ക് ടെൻഷനായിരുന്നു. ഷുഗർ എന്താടാ എനിക്ക് പിടിച്ചില്ല. ഷുഗർക്ക് ഹീറോയിനെ കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഹീറോയിന് മനസ്സിൽ. ശരി പോടാ എന്ന് പറഞ്ഞ ഹീറോയിൻ റിയാക്ഷൻ ചേഞ്ച് ആക്കി. അതായിട്ട് ഷുഗർക്ക് ഒന്നും മനസ്സിലായില്ല. എന്താ എനിക്കിവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു. ഷുഗർക്ക് ഒരു റിയാക്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെയായിട്ട് ആറും പറയായിരുന്നു, യുങ്കി ജിമ്മിൻ്റെ കൂടെ നീ പോയിട്ട് വാ, ഈ 3 പേരെ വെച്ച് എന്ത് ചെയ്യാം, നീ പോയിട്ട് പോടാ എന്ന് പറയായിരുന്നു. ആറും പറയുന്നതായിട്ട് ശരി ഓക്കെ എന്ന് ഷുഗർ വെളിയിൽ വന്നായിരുന്നു. അപ്പം ഹീറോയിൻ നല്ല സൂപ്പറായിട്ട് ഡ്രസ്സ് ഈ ഫോട്ടോത്തിൽ കാണുമ്പോൾ ഡ്രസ്സ് ഇട്ട് വെളിയിൽ വന്നിരുന്നത് സംസാരിക്കുക. ഓൾറെഡി ഷുഗർക്ക് ഹീറോയിൻ നന്നായിട്ട് അറിയാം. ഹീറോയുടെ വീട് നോക്കിയായിരുന്നു. ഹീറോയോട് ഇന്ന് സംസാരിക്കുന്നത് കണ്ടായിരുന്നു. അത് കോളേജിൽ കടന്ന് പോകണം. ഹീറോയി കോളേജിൻ്റെ വെളിയിൽ വന്നിരുന്നു സംസാരിക്കായിരുന്നു. അകത്ത് പോകായിരുന്നു. ഷുഗർ നോക്കിയായിരുന്നു. ഷുഗർ നോക്കുമ്പോൾ ഒരു ചെക്കൻ ഓടി വന്ന് ഹീറോയിൻ്റെ അടുത്ത് വന്ന് നിന്നു. എന്ത് വെച്ചോ? ഇല്ല ലേറ്റായിപ്പോയി. ശരിടാ അകത്ത് പോവാം എന്ന് പറയായിരുന്നു. സ്കൂട്ടറുണ്ട് അകത്തുണ്ട്. വെളിയിൽ വന്ന ചുമ്മാ വെറുതെ വന്നതാ, ഒരാൾ വരാനുണ്ട് എന്ന് പറയായിരുന്നു. ഷുഗർക്ക് ഒന്നും മനസ്സിലായില്ല. വെയിറ്റ് ചെയ്യാമെന്ന് പറയായിരുന്നു. അതിനായിട്ട് ഒരു കാറ് വന്നു. ഷുഗർ നോക്കേണ്ടായിരുന്നു. ആ കാറിൽ ഇറങ്ങി ഒരു ബ്ലാക്ക് കാർ ഇറങ്ങിയിട്ട് ഒരു ബോയ് വന്ന സ്റ്റൈലായി നടന്നു വന്ന് ഹായ് ഇപ്പോൾ ഹീറോ പോയി ഞാൻ ഷുഗർക്ക് ഷോക്കായിരുന്നു.
ആരവൻ എന്ന് പറഞ്ഞാൽ ഷുഗർക്ക് ഹീറോയുടെ ഫ്രണ്ടിന് അർജുൻ അറിയും ഇത് പുതിയ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഷുഗർ ഷോക്കായിട്ട് നോക്കുകയായിരുന്നു. ജിമ്മിൽ പറയുന്നു ഓ ഈ കേൾ അത് ഇത് ജിമ്മിൽ പറയുന്നു വാവ് ഒരു പാർട്ട്നേഴ്സാണോ എന്ന് പറഞ്ഞ് ഹീറോയുടെ ചിരിച്ച് സംസാരിക്കുക ശരി ഓക്കെ ഞാൻ പോവാം എന്ന് പറഞ്ഞ് ഹീറോ കാറിൽ കയറി. അങ്ങനെ ഷുഗർക്ക് കുറച്ച് ഡൗട്ട് വന്നായിരുന്നു ആരായിരിക്കും അങ്ങനെ ഷുഗർ ഫോളോ ചെയ്ത് വണ്ടി എടുക്കുക ജിമ്മിന് പറയായിരുന്നു. ശരി ഫോളോ ചെയ്ത് ജിമ്മിന് പറയായിരുന്നു. ജിമ്മിക്ക് ഒന്നും മനസ്സിലായി ശരി ഓക്കെ അങ്ങനെ കോഫി ഷോപ്പ് ഷുഗർ ഇറങ്ങി വെളിയിൽ വന്ന് നോക്കുമ്പോൾ ഹീറോ ചിരിച്ച് സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കാൻ ഷുഗർക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ വെളിയിൽ വന്നായിരുന്നു ബീച്ച് സൈഡിൽ കോഫി ഷോപ്പിൽ തന്നെ ബീച്ച് സൈഡ് പോയി. അങ്ങനെ ബീച്ച് സൈഡിൽ ഡ്രക്കേഴ്സ് വെച്ചായിരുന്നു ഹീറോയ്ക്ക് മാരേജ് പ്രപ്പോസ് ചെയ്ത് മാരി മീ ആയിഷ എന്ന് പ്രപ്പോസ് ചെയ്ത് ഹീറോ ഷോക്കായി നോക്കിയായിരുന്നു. നോക്കുമ്പോൾ കുറച്ച് ഫ്രണ്ട്സിലാണ് വന്നത് അക്സസ് ചെയ്യടി എന്നാണ് അവർ പറയുന്നത്. ഹീറോയെ അക്സസ് ചെയ്യാൻ പോയായിരുന്നു. ഷുഗർക്ക് ടെൻഷൻ അറിയാറുണ്ട്. ഷുഗർ ഓടി വന്നു ഹീറോയെ പിടിച്ച് കിസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കാണ് വിട് ആരെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചെക്കൻ ഷോക്കായിട്ട് നോക്കായിരുന്നു. അങ്ങനെ ഷോക്കായി നോക്കുമായിരുന്നു. അതിനായിട്ട് ഷോക്കായി നോക്കായിരുന്നു. ഷുഗർ ആയിരുന്നു എന്താ നടക്കുന്നത്. ഷുഗർ ഷോക്കായിട്ട് തല്ലിയായിരുന്നു. എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഹീറോ ഷോക്കായി കേൾക്കാറുന്നു. എന്താണ് നടക്കുന്നത്. ഷുഗർക്ക് ടെൻഷൻ ആവശ്യമെങ്കിൽ വഴക്ക് പറയാൻ തുടങ്ങി. നീ എൻ്റെ പുറകെ നടന്നിട്ട് ഇവൻ്റെ ലവ് അക്സെപ്റ്റ് ഹീറോ ടെൻഷൻ പറയാൻ തുടങ്ങി. നിനക്ക് എന്നെ പിടിക്കില്ല ഞാൻ എത്ര എന്നോട് പറയാം ഇവനെ ഞാൻ ലവ് അക്സെപ്റ്റ് ചെയ്തു ഒരു വേള ഞാൻ ഇവർക്ക് ഓക്കെ ചെയ്യില്ല ഓക്കെ എന്ന് ഞാൻ പറയാൻ പോവാം എന്ന് പറഞ്ഞു. ഷുഗറിനെ കണ്ടു കയറി പോകാൻ നോക്കിയായിരുന്നു. ഷുഗർക്ക് ടെൻഷനായിരുന്നു. ഷുഗർ ഹീറോയിനെ അതെ ഹീറോയെ കൊണ്ടുപോയായിരുന്നു. എന്താ യോങ്കി ചെയ്യുന്നത് പറഞ്ഞു. അങ്ങനെ ഹീറോയിനെ അങ്ങനെ ഷുഗർ ജിമ്മിനോട് വണ്ടി കയറ്റിയായിരുന്നു. വാക്ക് മിസ്സെല്ലാം പുറകിൽ വന്നായിരുന്നു. ആ ചെക്കനും കാണിച്ചതായിരുന്നു. അങ്ങനെ പുറകിൽ വന്നായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നായിരുന്നു. ഹീറോയി വിടന്നെ പറയായിരുന്നു. ഷുഗർ വീട്ടിലെടുത്തോണ്ട് വന്നു. ഷുഗർ കുറച്ച് ഹീറോയുടെ ലാംഗ്വേജ് കഷ്ടപ്പെട്ട് പഠിച്ചാണ് കുറച്ച് ലാംഗ്വേജ് അവർ അങ്ങനെ ഹീറോയുടെ വീട്ടിൽ വന്നു. ഹീറോയ്ക്ക് പേടിയായോ എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് വന്ന് ആ വീട്ടിൽ തറ വെച്ചോണ്ട് വന്നിരുന്നു. വെള്ളി അടച്ചു ഹീറോയുടെ മുമ്പിൽ ചോദിക്കുക ആരാ നീ ആരപ്പാ എന്ന് കേൾക്കായിരുന്നു. ആ അങ്കിളുണ്ട് എന്ന് പറഞ്ഞു അകത്ത് വന്നായിരുന്നു. ഷുഗർ കൊണ്ട് ആരപ്പാ നീ ഓ നിന്റെ കണ്ടപതിയാണല്ലോ നീ എങ്കിൽ അങ്കിൾ ഞാൻ നിങ്ങളെ മോളെ ലവ് ചെയ്യാം പ്ലീസ് അങ്കിൾ നിങ്ങൾ എൻ്റെ ലവ് ഹെൽപ്പ് പ്ലീസ് അങ്കിൾ നടന്ന കാര്യം പറഞ്ഞു. എനിക്ക് നിങ്ങളെ മോളും പ്രപ്പോസ് എനിക്ക് ഇവിടെ ഇഷ്ടമാണ് മാരേജ്